ട്രേഡ് ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതും ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ പ്രൊസീജിയർ? ഈ കാലയളവിൽ എംപ്ലോയീസിന്റെ വിസ ക്യാൻസൽ ചെയ്യണം. നിങ്ങളെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന്റെ വിസ, അതുപോലെ അത് ഇമിഗ്രേഷനും എല്ലാം ക്യാൻസൽ ചെയ്ത് ക്ലിയർ ആക്കണം. അതുപോലെ ഇൻവെസ്റ്ററുടെ വിസ ഉണ്ടാവും അതിൽ, അത് ക്യാൻസൽ ചെയ്യണം. ഇങ്ങനെ ഒരാൾ അവസാനിപ്പിച്ച ഒരാള് അയാൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഒരു ബിസിനസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ സമയത്ത് ഒരു പ്രശ്നവും ഇല്ലയെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നൊക്കെ ആൾക്കാർ അങ്ങനെ മനസ്സിൽ തോന്നുന്നവർക്ക് നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കും. തൽക്കാലം വേറൊരു സ്ഥാപനം തുടങ്ങി, അതിനുശേഷമായിരിക്കും അദ്ദേഹം ഒരു ഫ്രീ സോണിൽ ലൈസൻസ് തുടങ്ങി സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻലാൻഡിൽ വലിയൊരു കമ്പനി തുടങ്ങി. അപ്പോൾ പഴയ ലൈസൻസ് ക്ലോസ് ചെയ്യേണ്ടി വരും. വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട, പ്രത്യേകിച്ച് ടാക്സ് ഒക്കെ വരുന്നത്. അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കേസുകളും വരുന്നുണ്ട്. അതോടൊപ്പം സ്ഥാപനം നഷ്ടത്തിലായിട്ട് വരുന്നവരുണ്ട്. അതെ, നഷ്ടത്തിലാകുന്നതാണ് നമ്മളെ പ്രാർത്ഥന. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ആർക്കും ഉപകാരപ്രദമാകല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാം, അല്ലേ? കാര്യം ഇത് നമ്മൾ ഒരു പ്രസ്ഥാനം തുടങ്ങുക എന്നത് വലിയൊരു സ്വപ്നമായിട്ട് വരുന്ന ആൾക്കാരാണ്. ആ സ്വപ്നം പരാജയപ്പെട്ട് നിർത്തുക എന്ന് പറയണതും വലിയൊരു പെയിൻ ഉണ്ടാകണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു ബിസിനസ് തുടങ്ങിയത് അവസാനിപ്പിക്കരുത്. അവർക്ക് ഗ്രോ ചെയ്ത് ഒരു മുന്നോട്ട് വരണം. അതാണ് നമ്മുടെ ഒരു രീതി, അല്ലേ? നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുന്ന ആളല്ലേ? അപ്പം എന്നാലും നമുക്കൊരു ഇൻഫർമേഷൻ ആളുകൾ കൊടുക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ്? അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇതിനു മുമ്പ് അപ്പോൾ അതൊക്കെ പറഞ്ഞ കാര്യത്തിനോട് ചേർത്ത് പറയാം. ഞങ്ങളുടെ അടുത്ത് ലിക്വിഡേറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരും ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവരല്ല. അല്ല, ഞാനെന്താ പറയുക, ഞാൻ ഈ സബ്ജക്റ്റ് പറയുമ്പോൾ കോമൺ ആയിട്ട് പറയണമല്ലോ. ഒരു പരാജയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കമ്പനി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരാൾ 2-3 സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലം വേറൊരു സ്ഥാപനം തുടങ്ങി, അതിനുശേഷമായിരിക്കും അദ്ദേഹം ഒരു ഫ്രീ സോണിൽ ലൈസൻസ് തുടങ്ങി സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻലാൻഡിൽ വലിയൊരു കമ്പനി തുടങ്ങി. അപ്പോൾ പഴയ ലൈസൻസ് ക്ലോസ് ചെയ്യേണ്ടി വരും. വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട, പ്രത്യേകിച്ച് ടാക്സ് ഒക്കെ വരുന്നത്. അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുന്നവരുണ്ട്. മറ്റൊന്ന്, ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി, എല്ലാം കഴിഞ്ഞു, ആൾ നാട്ടിലോട്ട് പോയി സെറ്റിൽ ചെയ്യാം, ഇനി ലീഗൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അതിന്റെ ഫോർമാലിറ്റീസ് കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കേസുകളും വരുന്നുണ്ട്. അതോടൊപ്പം സ്ഥാപനം നഷ്ടത്തിലായിട്ട് വരുന്നവരുണ്ട്. നഷ്ടത്തിലാകുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രാർത്ഥന അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒരു ലിക്വിഡേഷൻ, അതായത് സ്ഥാപനം നിർത്തലാക്കുക, അതാണ് അതിന്റെ പ്രൊസീജിയേഴ്സിന്റെ പേര്, ലിക്വിഡേറ്റ് ചെയ്യുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലൈസൻസ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതൊരു കമ്പനിയാണോ അതോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ. അതായത് LLC, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെങ്കിൽ ആ കമ്പനി ക്ലോസ് ചെയ്യുന്ന അത്ര സമയം ഒരിക്കലും ഈ സർവീസ് ലൈസൻസ് സെക്ടറിലുള്ള പ്രൊഫഷണൽ ലൈസൻസ് അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് വരില്ല. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു 45-50 ഡേയ്സ് ന്യൂസ് പേപ്പർ, അറബിക് ന്യൂസ് പേപ്പറിൽ അത് അഡ്വർടൈസ് ചെയ്യണം ആദ്യം. ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ആദ്യം നിങ്ങളിത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടറി പബ്ലിക് ഉണ്ട് UAE, അവിടെ പോയി ഇതിന്റെ ഡോക്യുമെന്റ് ശരിയാക്കി ആദ്യം എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് പേപ്പർ, പിന്നെ നോട്ടറി പബ്ലിക്കിന്റെ ക്യാൻസലേഷന്റെ പേപ്പർ എടുത്തതിന് ശേഷം ഒരു 520 dirhams ഒക്കെ വരുന്ന ചെറിയ പ്രൊസീജിയേഴ്സ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഈ കാലയളവിൽ എംപ്ലോയീസിന്റെ വിസ ക്യാൻസൽ ചെയ്യണം. നിങ്ങളെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന്റെ വിസ, അതുപോലെ അത് ഇമിഗ്രേഷനും എല്ലാം ക്യാൻസൽ ചെയ്ത് ക്ലിയർ ആക്കണം. അതുപോലെ ഇൻവെസ്റ്ററുടെ വിസ ഉണ്ടാവും അതിൽ, അത് ക്യാൻസൽ ചെയ്യണം. നിലവിലെ വണ്ടികൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം. ഇങ്ങനെ കമ്പനിയുടെ അസറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം, ഓഫീസ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്തു, അങ്ങനെ എല്ലാ കാര്യം തീർത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ കിട്ടുക. അവിടെ ആ ലാസ്റ്റ് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഫൈനൽ ഓഡിറ്റിംഗ് സബ്മിറ്റ് ചെയ്യണം റിപ്പോർട്ട്. അത് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സർട്ടിഫിക്കേഷൻ ഇത്രയാണ് വേണ്ടത്. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഇതൊരു കമ്പനി വൈൻഡപ്പ്, ഞാൻ ഫോർ എക്സാമ്പിൾ അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചാൽ, ട്രേഡ് ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതും ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ പ്രൊസീജിയർ? ട്രേഡ് ലൈസൻസ് തന്നെയാണ് ഇത്. ട്രേഡ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ലൈസൻസ്. അത് ആളുകൾ മിസ്കൺസെപ്ഷൻ ആണ്. അങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ ട്രേഡ് ലൈസൻസിന്റെ ഒരു ലീഗൽ ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. അതേപോലത്തെ ട്രേഡ് ലൈസൻസിന്റെ വേറൊരു രണ്ടും ഒന്നാണ്. ട്രേഡിംഗ് ലൈസൻസും ട്രേഡ് ലൈസൻസും മാറി പോവാറുണ്ട്. ട്രേഡിംഗ് തന്നെ വാങ്ങാൻ വെക്കുന്ന കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് ലൈസൻസ്. ട്രേഡ് ലൈസൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും വിളിക്കുന്ന ഒരു കോമൺ പേരാണ്.
ഇനി അതിൻ്റെ ഒപ്പം തന്നെ വേറെ കാര്യം, ഇങ്ങനെ ഒരാളെ അവസാനിപ്പിച്ച ഒരാള് അയാൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഒരു ബിസിനസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ സമയത്ത് ഒരു പ്രശ്നവും ഇല്ലയെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നൊക്കെ ആൾക്കാർ അങ്ങനെ മനസ്സിൽ തോന്നുന്നവർക്ക് നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കും. ഈ ട്രേഡ് ലൈസൻസ് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോഴും ഈ എംപ്ലോയീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ഫ്രീസ് ചെയ്ത് വെക്കാം നമുക്ക്. അതിന് കുറച്ച് ചെറിയ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. പഴയ ലൈസൻസിന്റെ ഡേറ്റ് കിട്ടുന്നു, നിങ്ങൾ ഫ്രീസ് ചെയ്ത ലൈസൻസ് വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേ പേര് തന്നെ കിട്ടുന്നു, അതേ സ്ഥാപനം കിട്ടുന്നു. പക്ഷെ അതേസമയം എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ട്രേഡ് ലൈസൻസിന്റെ ഫീസോ കാര്യങ്ങളോ അത് 2200 ദിർഹംസ് മാത്രം കൊടുത്ത് നമുക്കൊരു 3-4 വർഷത്തേക്ക് അത് ഫ്രീസ് ചെയ്ത് വെക്കാനായി സാധിക്കും. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് അറിയാത്ത ആളുകൾ ഒന്ന് വേഗം ലിക്വിഡേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതാണ് ഈ കൺസൾട്ടൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. നല്ലത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞു ഞാൻ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ കാര്യം. അത് തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ ഇതൊന്നും വേണ്ട. ഈ വിസകൾ ക്യാൻസൽ ചെയ്ത് ഡയറക്റ്റ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ ക്യാൻസലേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. റിയാസ്, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട് എന്ന് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഒരാൾ ലിക്വിഡേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് പോയി, അയാൾ നാട്ടിൽ വന്നു, 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾക്ക് തോന്നി പുതിയൊരു ബിസിനസ് ആശയമായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആ ലിക്വിഡേറ്റ് ചെയ്ത സ്ഥാപനം കണ്ട് അത് കഴിഞ്ഞു, അത് അവസാനിച്ചു. ആളുടെ ഫയലൊന്നുമില്ല, പുതുതായിട്ട് സ്ഥാപനം തുടങ്ങുന്നു. ഒരു ലയബിലിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഓടിപ്പോയ ആൾക്കാർ അത് ബുദ്ധിമുട്ടുള്ളൂ. ഇദ്ദേഹം വളരെ ലീഗലി ലിക്വിഡേറ്റ് ചെയ്ത് പോകുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡേഷൻ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം. അല്ല, ചിലപ്പോഴേ ഇനിയിവൻ ഇത്ര നാൾ ഇവിടെ ചെയ്ത് ബിസിനസ് ചെയ്തില്ല, പൊട്ടിപ്പോയി, ഇനി ഇവനടുത്ത് കൊടുക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഇതെന്തായാലും ഒരു പുതിയ ഇൻഫർമേഷൻ ആകട്ടെ. അപ്പൊ റിയാസ് ഭായ് പറഞ്ഞ നമ്മുടെ ഓഡിയൻസിന് വലിയൊരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ലിക്വിഡേഷനിലേക്ക് പോകേണ്ടതാണെങ്കിൽ ഫ്രീസ് ചെയ്യാം, അല്ലെ? ഫ്രീസ് ചെയ്യുന്നതിന് കാലപരിധികളുണ്ടോ? 3 വർഷം. 3 വർഷം വരെ. അത് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ്. ഇല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ അപ്രൂവൽ ഒക്കെ എടുത്തിട്ട് നീട്ടി കൊടുക്കാറൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യേണ്ട, ഫ്രീസ് ചെയ്യാം. 3 വർഷം കഴിഞ്ഞ് ഒന്ന് സെറ്റപ്പായിട്ടൊക്കെ വീണ്ടും തുടങ്ങാം, അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങളെ സഹായിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരും സഹായിക്കും, നമുക്കറിയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. വീണ്ടും കാണാം. താങ്ക് യു.